السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഷമ്മാസ് ഉസ്താദിൻ്റെ റൂഹൈഫിദ എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം അസ്വബർ അഥവാ ക്ഷമ. നമ്മുടെ ജീവിതം എന്നത് സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി വരുന്ന ഒന്നാണ്. അവിചാരിതമായി രോഗങ്ങൾ വരുമ്പോൾ, ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകാറുണ്ട്. ഇത്തരം പ്രതിസന്ധികളിൽ ഒരു സത്യവിശ്വാസി കൈക്കൊള്ളേണ്ട ഏറ്റവും വലിയ ആയുധം എന്താണ്? അതാണ് സ്വബർ അഥവാ ക്ഷമ. യഥാർത്ഥത്തിൽ എന്താണ് ക്ഷമ? കേവലം കണ്ണീരൊഴുക്കി മിണ്ടാതിരിക്കലാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് പരാതിപ്പെടാതെ സൃഷ്ടാവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഇസ്ലാം ക്ഷമ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകാൻ ഇതിനേക്കാൾ വലിയൊരു വഴി വേറെയുണ്ടോ? നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ അള്ളാഹു നമ്മെ തനിച്ചാക്കില്ല. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതായത്, ക്ഷമ പാലിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ പൂർണ്ണമായി നൽകപ്പെടും. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന മറ്റു പല ഇബാദത്തുകൾക്കും കൃത്യമായ പ്രതിഫലത്തിൻ്റെ അളവുണ്ട്. എന്നാൽ ക്ഷമിക്കുന്നവർക്ക് പരലോകത്ത് കണക്കില്ലാത്ത പുണ്യമാണ് അള്ളാഹു കരുതി വച്ചിരിക്കുന്നത്. എന്താ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ക്ഷമയുടെ വലിയൊരു കടൽ തന്നെ നമുക്ക് കാണാം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിൻ്റെ കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. അവന് സന്തോഷകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു. അത് അവന് നന്മയായി മാറുന്നു. ഇനി അവന് എന്തെങ്കിലും വിഷമമോ പ്രയാസമോ വന്നാലോ അവൻ ക്ഷമ പാലിക്കുന്നു. അതും അവന് നന്മയായി മാറുന്നു. അഥവാ ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടം വരുന്നേയില്ല. സന്തോഷത്തിൽ ശുക്ർ അഥവാ നന്ദി ചെയ്യുമ്പോഴും സങ്കടത്തിൽ സ്വബർ അഥവാ ക്ഷമ ചെയ്യുമ്പോഴും അവൻ അള്ളാഹുവിങ്കൽ പ്രതിഫലം അർഹിക്കുന്നു. മറ്റൊരു പ്രമുഖ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഏതൊരു പ്രയാസവും രോഗവും ദുഃഖവും എന്തിനേറെ അവന് തട്ടുന്ന ഒരു മുള്ളിൻ്റെ വേദന പോലും അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള കാരണമാക്കി മാറ്റുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരിക്കലും അയ്യൂബ് നബി അലൈഹിസ്സലാമയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. വർഷങ്ങളോളം കഠിനമായ രോഗാവസ്ഥയിലായിരുന്നിട്ടും സമ്പത്തും മക്കളും നഷ്ടപ്പെട്ടിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പരാതിപ്പെട്ടില്ല. അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബേ, എനിക്ക് വിഷമങ്ങൾ ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ എന്ന് മാത്രമാണ്. ഒടുവിൽ അള്ളാഹു അവിടുത്തേക്ക് പൂർണ്ണ ശമനവും നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളും തിരികെ നൽകി. അതുപോലെ ത്വായിഫിൽ വെച്ച് കല്ലേറും അപമാനവും സഹിക്കേണ്ടി വന്നപ്പോഴും ഉഹുദ് യുദ്ധത്തിൽ പല്ല് ഷഹീദാക്കപ്പെട്ടപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി കോപിക്കാതെ പ്രാർത്ഥിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ നമുക്ക് എക്കാലത്തും വലിയൊരു വഴികാട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ, ജോലി കാര്യങ്ങളിൽ, അയൽവാസികളുമായുള്ള ബന്ധത്തിലൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. എന്നാൽ കോപം വരുമ്പോൾ മനസ്സിനെ അടക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തിമാൻ. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അള്ളാഹുവേ, ഈ പരീക്ഷണത്തിൽ എനിക്ക് സ്വബർ തരണമേ, ഇതിനേക്കാൾ നല്ലത് പകരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും ഏതൊരു പ്രതിസന്ധിയിലും പൂർണ്ണമായ ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.